السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം പറയുന്നതും പഠിക്കുന്നതും അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇന്നലെ നാം ഓതിയത് അർബഈന നബവിയുടെ 8ാമത്തെ ഹദീസായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് 9ാമത്തെ ഹദീസാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. عن أبي هريرة عبد الرحمن بن الصخر رضي الله تعالى عنه أنه قال سمعت رسول الله صلى الله عليه وسلم يقول ما نهيتكم عنه فاجتنبوه وما أمرتكم به فأتوا منه ما استطعتم فإنما أهلك الذين من قبلكم كثرة مسائلهم واختلافهم على أنبيائهم رواه البخاري ومسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. നമ്മുടെ ക്ലാസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ ആദ്യമായാണ് പരിചയപ്പെടുന്നത്. മഹാനവറുകളുടെ മനാഖിബിൽ നിന്ന് തബറുക്കിന് വേണ്ടി അല്പം പറയാം. അബൂ ഹുറൈറ എന്ന പേരിന്റെ അർത്ഥം ഹുറൈറ എന്ന് പറഞ്ഞാൽ ചെറിയ പൂച്ച. ചെറിയ പൂച്ചയെ എപ്പോഴും കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് അബൂ ഹുറൈറ എന്ന പേര് ലഭിച്ചത്. അബൂ എന്ന് പറഞ്ഞാൽ പിതാവ് എന്ന അർത്ഥം എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. മുലാസിം, എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചതാണ് ആ പേര്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ കുപ്പായ മാറി ഒരു ദിവസം ഒരു പൂച്ചയെ ഒളിപ്പിച്ച് ചുമന്നു കൊണ്ടുപോവുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടപ്പോൾ ചോദിച്ചു, മാ ഹാദിഹി, എന്താണ് ഇത്? എന്താണ് ഈ കുപ്പായത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചത്? എന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ. അദ്ദേഹം പറഞ്ഞു, ഹിറത്തുൻ, ഒരു പൂച്ചയാണ് നബിയെ. അപ്പോൾ നബി തങ്ങൾ ഉടനെ വിളിച്ചു, യാ അബാ ഹുറൈറ, ഓ ഹുറൈറയുടെ
ഹുറൈറയെ കൊണ്ട് നടക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിളിച്ചതോടുകൂടെ മഹാനവർകൾ അബൂ ഹുറൈറ എന്ന പേരിൽ അറിയപ്പെട്ടു. പിതാവിന്റെ പേര് സ്വഹർ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിലാകുമ്പോൾ ഹിജ്റയുടെ 7-ാം വർഷം മദീനയിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വരുന്നത്. നേരെ തിരുനബിയുടെ അടുത്തേക്ക് വന്ന് ബൈഅത്ത് ചെയ്തു, പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. അറിവിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് തന്നെ സദാസമയത്തും നബിതങ്ങളെ ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഊണിലും ഉറക്കിലും രാവും പകലും യാത്രയിലും നാട്ടിലാകുമ്പോഴും എപ്പോഴും തിരുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നടന്നിരുന്ന സഹാബി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി എന്ന ഖ്യാതി മഹാനവറുകൾക്ക് സ്വന്തമാണ്. 5374 ഹദീസുകൾ മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. മഹാനവർ തന്നെ പറയുന്നത് ഇന്നമ ഹദ്ദസ്തു ബിനിസ്ഫിൽ അഹാദീസില്ലത്തി ആരിഫുഹ, ഞാൻ അറിയുന്ന ഹദീസുകളുടെ പകുതി മാത്രമേ ഞാൻ ഉദ്ധരിക്കുന്നുള്ളൂ. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ ഹദീസും പുറത്തു വന്നിട്ടില്ല. അറിയുന്ന ഹദീസുകളിൽ പകുതി ഭാഗം മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. വലിയ മനപ്പാഠ ശേഷി മഹാനവറുകൾക്കുണ്ടായിരുന്നു. ബൈഹാട്ടാക്കാനുള്ളതായ പ്രത്യേക ഒരു പാഠവം കഴിവ്. അതിനും ഒരു കാരണമുണ്ട്. മഹാനവറുകൾ പറയുന്നു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കുൻതു ഉക്സിറു മിൻ മുജാലസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി തങ്ങളോടുള്ള സഹവാസം വളരെ കൂടുതൽ വർദ്ധിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ യബ്സുത് സൗബഹു ഹത്ത അഫ്റഗ് മിൻ ഹദീസി സുമ്മ യഖ്ബിലുഹു ഫഇന്നഹു ലൈസ യൻസാ ശൈഅൻ സമയഹു മിന്നി അബദൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് ഒരു ഓഫർ നൽകുകയാണ്. ആരെങ്കിലും അവരുടെ വസ്ത്രം വിരിക്കുകയും ആ വസ്ത്രം വിരിച്ചതിന് ശേഷം എന്റെ ഹദീസ് ഞാൻ ആ വസ്ത്രത്തിലേക്ക് ചൊരിച്ചിട്ട് തരികയും പിന്നീട് അത് തന്റെ മാറോട് അണച്ചു പിടിക്കുകയും ചെയ്താൽ ഫൈന്നഹു ലൈസ യൻസാ ശൈഅൻ സമയഹു മിന്നി അബദൻ, വല്ലാത്തൊരു ഓഫറാണ്. പിന്നെ ആ സഹാബി എന്നിൽ നിന്ന് എന്താണോ കേൾക്കുന്നത് അത് ജീവിതകാലത്ത് മറന്നു പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭൗതികമായ മാർഗത്തിലൂടെ ഓർമ്മശക്തി സഹാബത്തിന് പകർന്നു നൽകുകയാണ്. ഒരാൾ തന്റെ വസ്ത്രം നിലത്ത് വിരിക്കുകയും ഞാൻ എന്റെ ഹദീസ് ആ വസ്ത്രത്തിലേക്ക് ചൊരിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്നിട്ട് ആ സഹാബി അത് മാറോട് അണച്ചു പിടിച്ചാൽ പിന്നെ എന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യവും മറന്നു പോവുകയില്ല. ഫബസത്തു സൗബി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ വസ്ത്രം വിരിച്ചു. ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് കാണാം, റിദാഇ, എന്റെ തട്ടം വിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നു. ഫഖബൽതുഹു ഇലയ്യ, ആ തട്ടം ഞാൻ എന്റെ മാറോട് അണച്ചു പിടിച്ചു.
ഫവല്ലാഹി മാ നസീതു ഷൈഅൻ സമിഅതുഹു മിൻഹു. അള്ളാഹുവിനെയാണ് സാക്ഷി, ഞാൻ പിന്നീട് നബിതങ്ങളിൽ നിന്ന് കേട്ട ഒരു കാര്യവും മറന്നുപോയിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം ഹദീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായത്. അഹ്ലുസ്സുഫ, സുഫത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ചെരു എന്നാണ്. പള്ളിയുടെ, മദീന പള്ളിയുടെ ആ താഴ്വരയിലിരുന്ന് ഇൽമു നുകർന്നിരുന്ന സഹാബത്തിനാണ് അഹ്ലുസ്സുഫ എന്ന് പറയുന്നത്. ദരിദ്രരായ പാവപ്പെട്ട മുഹാജിറുകൾ അവിടെ ഇരുന്നാണ് നബിതങ്ങളിൽ നിന്ന് അറിവ് നുകർന്നിരുന്നത്. അവർ തികച്ചും ദരിദ്രരായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു. കാരണം എല്ലാ സമയത്തും ഔറത്ത് മറക്കാൻ പോലും വേണ്ടതുപോലെ വസ്ത്രം ലഭിക്കാത്തവരായിരുന്നു. അങ്ങനെയുള്ളവ വളരെ കഷ്ടപ്പെട്ട് വിഷമം സഹിച്ചാണ് പഴയ കാലങ്ങളിൽ, ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ സഹാബത്ത് ഇൽമു പഠിച്ചിരുന്നത്. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരെങ്കിലും ഹദിയയായി വല്ലതും നൽകിയാൽ സഹാബത്തിന്റെ കൂടെ ഇരുന്ന്, അഹ്ലുസുഫയുടെ കൂടെ ഇരുന്ന് അത് ഭക്ഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലുസുഫക്കാർക്ക് എപ്പോഴും ഒരു ഈനാസ്, നേരം പോക്കായിരുന്നു. തിരുനബിയെ അവിടുത്തെ മുഖം ദർശിച്ചിരിക്കൽ സഹാബത്ത് വലിയ ഇബാറത്തായി കണ്ടിരുന്നുകൊണ്ട് തന്നെ സദാസമയത്തും ഈ അഹ്ലുസുഫ അവിടെ ഇരുന്ന് നബിതങ്ങളിൽ നിന്ന് അറിവ് സമ്പാദിച്ചിരുന്നു. പള്ളി ദർസ് നാം കേട്ട് പരിചയമുള്ള പദമാണ്. അത് തുടക്കം കുറിച്ചത് അഹ്ലുസുഫയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ താമസിക്കുന്ന മുതഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുത്തു വരുന്നുണ്ട്. ആ മഹാസംരംഭം, അതിന് തുടക്കം കുറിച്ചത് അന്ന് മദീനയിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലുസുഫക്ക് വേണ്ടി പ്രത്യേകമായി രാത്രി സമയങ്ങളിൽ ദുആ ചെയ്തിരുന്നു. ഭക്ഷണം അവരോടുകൂടെ കഴിച്ചിരുന്നു. വല്ല ഹദിയയും ലഭിച്ചാൽ അവർക്കും അത് വിതരണം ചെയ്തിരുന്നു, അവരിലേക്ക് കൊടുത്തയക്കുമായിരുന്നു. സദഖ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്നൊന്നും എടുക്കൂല. അത് പള്ളിയിലെ മുതഅല്ലിമുകൾക്ക് തന്നെ. അഥവാ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എടുക്കാൻ പാടില്ല. ഹദിയ ആണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യാം. ഹദിയയും സ്വദഖയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹദിയയാകുമ്പോൾ ആദരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുക. സ്വദഖയാകുമ്പോ അത് അങ്ങോട്ട് പോയി വാങ്ങുന്നതും അതും സദഖയിൽപ്പെടും. വീട്ടുമുറ്റത്ത് യാചകൻ വന്ന് വല്ലതും ചോദിച്ച് വാങ്ങുമ്പോൾ അത് ഹദിയയല്ല, അത് സ്വദഖയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വദഖ സ്വീകരിക്കാൻ പാടില്ല. ഹദിയയാണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യാം. അപ്പൊ ലഭിക്കുന്നത് ഹദിയയാണോ എങ്കിൽ നബിതങ്ങളും കഴിക്കും, സഹാബത്തിന് കൊടുത്തയക്കുകയും ചെയ്യും, അവരെ കൂട്ടുകയും ചെയ്യും. അല്ല, സ്വദഖയാണെങ്കിലോ നബിതങ്ങൾ ഒന്നും എടുക്കില്ല, അത് സഹാബത്തിനെ ഏൽപ്പിക്കും. ആ അഹ്ലുസുഫയുടെ റഈസ്, ലീഡർ, നേതാവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു.
വളരെ വിഷമം സഹിച്ചാണ് ഹദീസ് പഠിച്ചതും ശേഖരിച്ചതും. മഹാനവറുകൾ പറയുന്നു, വല്ലാഹി ഇന്നി കുൻതു ലഅഅ്മിദു ബികബിദി അലൽ അർളി മിനൽ ജൂഅ്. വിശപ്പ് കാരണം ഞാൻ ഭൂമിയിൽ നിലത്ത് കമിഴ്ന്നുരുളുകയാണ്. എന്റെ വയറ്റിൽ ഞാൻ കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. പലപ്പോഴും സഹാബത്ത് ചെയ്തിരുന്നതാണത്. കഠിനമായ വിശപ്പ്, അത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് കല്ലെടുത്ത് വയറ്റിൽ കെട്ടിവെക്കുക. ഖന്തഖ് യുദ്ധത്തിൽ സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നതായി ഹദീസിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ പലപ്പോഴും അറിവ് ശേഖരിക്കുമ്പോൾ നല്ല നിലയിൽ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റിൽ കല്ല് വച്ചിരുന്നു. ജനങ്ങളെല്ലാം പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ഒന്നുമില്ല, ഏതെങ്കിലും സഹാബികൾ വരികയാണെങ്കിൽ എന്നെ കൂടെ കൂട്ടിയാൽ അതെനിക്ക് ഒരു ഉപകാരപ്രദമാവുമല്ലോ എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരായത്തിനെ കുറിച്ച് സംശയം ചോദിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചോദിക്കുന്നത് ആയത്തിന്റെ കൃത്യമായ മറുപടി ലഭിക്കാനൊന്നുമല്ല, പക്ഷേ വാ അബൂ ഹുറൈറ വാ, എന്നെ കൂടെ കൂട്ടുമോ എന്നുള്ള ഒരാശ വെച്ചാണ്, ആ മോഹം വെച്ചാണ് ഞാൻ ഈ ആയത്തിനെ കുറിച്ച് സംശയം ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് മറുപടി പറഞ്ഞു പോവുകയാണ്. എന്നെ വിളിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവോട് മറ്റൊരു ആയത്തിനെ കുറിച്ച് ചോദിക്കുന്നത് എന്നെ കൂടെ വിളിക്കുമല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ചെയ്തില്ല. സയ്യിദുന അബുൽ ഖാസിം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിന്നെ കടന്നു പോകുന്നത്. ഫഅറഫ മാ ഫീ വജ്ഹി വമാ ഫീ നഫ്സി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബിക്ക് എന്റെ മനസ്സ് വായിച്ചെടുക്കാൻ സാധിച്ചു. എന്റെ മുഖം എല്ലാം പറയുന്നുണ്ടായിരുന്നു. എന്റെ മുഖത്തുള്ളതും എന്റെ മനസ്സിലുള്ളതും തങ്ങൾ മനസ്സിലാക്കി. അബാഹിർ എന്നെ വിളിച്ചു. അബാഹിർ, ഞാൻ വിളിക്കുത്തരം നൽകി. ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാൻ ഉത്തരം തരുന്നു തിരുദൂതരെ. തിരുനബി പറഞ്ഞു, അൽഹിഖ്നി ബാ, ഞാൻ പിന്നാലെ പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കടന്നു. നബി തങ്ങളുടെ വിശ്രമമുറിയിലേക്ക് കടന്നു. കടക്കുമ്പോൾ ഞാൻ സമ്മതം ചോദിച്ചു, നബിയെ കടക്കട്ടെ. അപ്പോൾ നബി എനിക്ക് സമ്മതം തന്നു. കടന്നോ, കടക്കൂ. അങ്ങനെയാണ് ഒരു ശിഷ്യന്റെ അദബ്. ഗുരുവര്യരുടെ പ്രധാന മുറിയിലേക്ക് കടക്കുമ്പോൾ ഒന്ന് സമ്മതം ചോദിക്കുക. അവിടെ ഒരു പാത്രത്തിൽ അല്പം പാല് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു സഹാബികളോട് ചോദിച്ചു, മിൻ ഐന ലക്കും ഹാദൽ ലബൻ, എവിടുന്നാണ് ഈ പാല്? സഹാബികൾ പറഞ്ഞു, അഹ്ദാഹു ലനാ ഫുലാൻ ഔ ആലു ഫുലാൻ, ഇന്ന ആള്, ഇന്ന സഹാബി, അതല്ലെങ്കിൽ ആ സഹാബിയുടെ വീട്ടുകാർ അവർ നമുക്ക് ഹദിയായി തങ്ങൾക്ക് നൽകിയതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിളിച്ചു. അബാഹിർ, ഉൽത്തു ലബ്ബൈക യാ റസൂലല്ലാഹ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻതലിഖ് ഇലാ അഹ്ലി സുഫ ഫദ്ഉഹും, അഹ്ലു സുഫയിലേക്ക് ചെന്ന് അവരെ ഇങ്ങോട്ട് വിളിക്കുക. എനിക്ക് കഠിനമായ വിശപ്പുണ്ട്. ഇവിടെ ഉള്ളത് ഒരു പാത്രം പാലാണ്. പക്ഷേ എന്നോട് കുടിക്കാനല്ല നബി പറഞ്ഞത്, അഹ്ലു സുഫയെ വിളിച്ചു കൊണ്ടുവരാനാണ്. എനിക്കത് വല്ലാത്ത ദുഃഖമുണ്ടാക്കി. പക്ഷെ പറഞ്ഞത് തിരുനബിയാണല്ലോ, അനുസരിക്കാതിരിക്കാൻ നിർവാഹമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വകുൻതു അർജു അൻ ഉസീബ മിനൽ ലബനി ശുർബതൻ അഖ്വാ ബിഹാ ബഖിയത യൗമി വലൈലതി. ആ സമയം എനിക്കൊരു മുറുക്ക് പാല് കുടിച്ചാൽ, ഒരു മുറുക്ക് പാല് ലഭിച്ചാൽ എനിക്ക് ആ രാവും പകലും കഴിയാൻ മാത്രം ഖുവത്ത്, ശക്തി ലഭിക്കുമായിരുന്നു. അത്രയും വിശപ്പായിരുന്നു എനിക്ക്. ഞാൻ മനസ്സിൽ വിചാരിക്കൂ, അന റസൂൽ, ഞാനിപ്പോ നബിതങ്ങളുടെ മെസ്സഞ്ചർ ആണല്ലോ, നബിതങ്ങൾ എന്നെ അയച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ അവരെ വിളിക്കുക തന്നെ. അവരുടെ അടുത്തേക്ക് പോയി. ഫഇദാ ജാഅൽ ഖൗമു കുൻതു അനല്ലദി ഉഴ്തിഹിം. എല്ലാവരും വിളിച്ചു വരുത്തി, എല്ലാവരും മുമ്പിലെത്തിയപ്പോ അവർക്കൊക്കെ പാല് നൽകേണ്ട ആള് ഞാനാണ്. അള്ളാഹുവും റസൂലും കൽപ്പിച്ച കൽപ്പനക്ക് അനുസരിക്കണമെന്നതല്ലേ, തിരുനബിയുടെ കൽപ്പനയാണല്ലോ, അതുകൊണ്ട് ഞാൻ കൊടുക്കുക തന്നെ. ഞാൻ അവരൊക്കെ വിളിച്ചു, അവരൊക്കെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ അബാഹിർ ഖുദ് ഫഅതിഹിം. ഓ അബൂ ഹുറൈറ, എല്ലാവരും വിളിക്കുക, അവർക്കൊക്കെ കൊടുക്ക്. ഞാൻ ആ പാത്രം എടുത്തു അവർക്കൊക്കെ നൽകി. ഫയഅഖുദു റജുലു അൽഖിദഹ ഫയശ്റബു ഹത്താ യർവ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു സഹാബി ആ പാത്രം എടുക്കുന്നു, ആ പാത്രത്തിൽ നിന്ന് വയറ് നിറയോളം കുടിക്കുന്നു, പിന്നെ അതെനിക്ക് തിരിച്ചു തരുന്നു. ഞാൻ ആ പാത്രം അടുത്ത സഹാബിയെ ഏൽപ്പിക്കുന്നു, ആ സഹാബിയും വയറ് നിറയെ കുടിക്കുന്നു, എനിക്ക് തിരിച്ചു തരുന്നു. അങ്ങനെ അഹ്ലു സുഫയിലുള്ള മുഴുവൻ സഹാബികളും, അഹ്ലു സുഫക്കാരായ മുഴുവൻ സഹാബികളും പാത്രം എടുത്ത് ആ പാത്രത്തിൽ നിന്ന് പാല് കുടിച്ച് എന്നെ ഏൽപ്പിക്കുന്നു. എല്ലാവരും കുടിച്ചു. അവസാനം ഈ പാത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുകയാണ്. നബി തങ്ങൾ ആ പാത്രം എടുത്തു, അവിടുത്തെ കയ്യിൽ വെച്ചു, നോക്കുകയാണ്, അല്പം പാലുകൂടിയുണ്ട്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്പോഴും കുടിച്ചിട്ടില്ല. കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അദബാണ്. വിശപ്പ് അത് സഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ തിരുനബിയോടുള്ള അദബ്, മര്യാദ, അതിവിടെ പാലിച്ചിരിക്കൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, അബാഹർ. വിളിച്ചിട്ട് തല ഉയർത്തി എന്നിലേക്ക് നോക്കുകയാണ്, പുഞ്ചിരിച്ചു. പാത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുന്നു, എന്റെ മുഖത്തേക്ക് നോക്കുന്നു. പാത്രത്തിൽ അല്പം പാലുണ്ട്. എന്റെ മുഖത്തേക്ക് നോക്ക്, പുഞ്ചിരിച്ച് അബാഹർ. ഞാൻ പറഞ്ഞു, ലബ്ബൈക യാ റസൂലല്ലാഹ്. ഫഖ്ഉദ് ഫശ്റബ്, ഇരിക്ക്. ഞാൻ പാല് കുടിച്ചു. ഇശ്റബ്, ഞാൻ കുടിച്ചു. ഞാൻ പാത്രം തിരിച്ചേൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, ഇശ്റബ്, കുടിച്ചോ. ഞാൻ വീണ്ടും കുടിച്ചു. പാത്രം തിരിച്ചേൽപ്പിച്ചു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇശ്റബ്, കുടിച്ചോ. അങ്ങനെ ഞാൻ പാത്രം കൊടുക്കുന്നു, നബി പറയുന്നു, കുടിച്ചോ. ഞാൻ വീണ്ടും കുടിക്കുന്നു, തിരിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ
അവസാനം ഞാൻ പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് മാ അജിദു ലഹു മസ്ലക, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് പാല് കുടിക്കാൻ വഴിയില്ല നബിയെ. പാല് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വഴിയില്ല, എന്റെ വയറ് നിറഞ്ഞു. ഞാൻ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, നാവിൽ അൽഖിദഹ, ആ പാത്രം കൊടുത്താ. ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പാത്രം ഏൽപ്പിച്ചു. ഫശരിബ മിനൽ ഫദ്ലത്തി, ബാക്കിയുള്ള പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കുടിച്ചു. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഒരു നേതാവ്. അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്ന മാതൃക. കൂടെയുള്ളയും ശിഷ്യന്മാരും അനുയായികളുമായ എല്ലാവർക്കും ഭക്ഷണം നൽകി, പാല് കൊടുത്തു. തന്റെ അരുമ ശിഷ്യനായ സന്തത സഹചാരിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവസാനം കുടിച്ചു. എന്നിട്ട് ബാക്കി വരുന്ന അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കുകയാണ്. എന്ന് പലപ്പോഴും നാം കണ്ടുവരുന്നത് മറിച്ചാണ്. ഒരാൾ കുടിച്ചതിന്റെ ബാക്കി മറ്റൊരാൾ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ കഴിച്ചതിന്റെ ബാക്കി മറ്റൊരാൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു വീട്ടിൽ പിതാവ് കുടിച്ച ഗ്ലാസ് മക്കൾ കുടിക്കുന്നില്ല, മക്കൾ കുടിച്ച ഗ്ലാസ് പിതാവ് കുടിക്കുന്നില്ല. എവിടുന്നാണ് സ്നേഹം ലഭിക്കുക? മാതാപിതാക്കളുമായിട്ട് മക്കൾക്കുള്ള ബന്ധം അകലുന്നതിന്റെ ഒരു കാരണം അതാണ്. സ്നേഹബന്ധമില്ല. പിതാവിനെ കൊലപ്പെടുത്തുന്ന മക്കൾ, മക്കളെ കൊലപ്പെടുത്തുന്ന മാതാവ്, സ്നേഹമില്ലാത്തതിന്റെ കാരണം ഒന്നിത് തന്നെയാണ്. സ്നേഹം ലഭിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യമാണിത്. ഫശരിബ മിനൽ ഫദ്ല, ബാക്കിയുള്ള പാലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിച്ചു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സുദൃഢമായി നിലനിർത്തുമാറാവട്ടെ. അതിന് കാരണമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവകളൊക്കെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വിശപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അത്രയും ത്യാഗം സഹിച്ച് വിഷമം സഹിച്ചാണ് മഹാനവറുകൾ ഇൽമു പഠിച്ചത്, ഹദീസ് പഠിച്ചത്. ഒരിക്കൽ മഹാൻ പറയുകയാണ്, ഉസിബ്തു സലാസ മസാഇബ ഫിൽ ഇസ്ലാം, ഞാൻ മുസ്ലിമായ ശേഷം എനിക്ക് 3 വിപത്തുകൾ ഉണ്ടായിട്ടുണ്ട്, 3 പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ശേഷം 3 പരീക്ഷണങ്ങളാണ്. മൗത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരുനബിയുടെ വഫാത്ത്, വിയോഗം എനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്നെക്കാൾ സ്നേഹിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തുനിന്ന് വിട പറയുക. അഅ്ളമുൽ മസാഇബ്, ഇമാം സുയൂത്തി റഹിമഹുല്ല വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഏറ്റവും വലിയ മുസീബത്ത്, ഈ ലോകത്ത് ഉണ്ടായ മുസീബത്തുകളിൽ ഏറ്റവും വലിയ മുസീബത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗം എന്നുള്ളത്. അള്ളാഹുവിന്റെ ഖള അങ്ങനെയാണ്. രണ്ടാമത്തത് ഖത്ലു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിച്ചു. അത് എന്നെ ഏറെയധികം വിഷമിപ്പിച്ചു.
എന്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ദുഃഖം അനുഭവിച്ച മറ്റൊരു സമയം ഉണ്ടായിട്ടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. മൂന്നാമത്തത് വൽ മിസ്വദ്, ഒരു തോൽപാത്രം. ഈ തോൽപാത്രം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞു. ഏതാണ് ആ പാത്രം? സഹാബികൾ ചോദിച്ചു. കൂടെ ഉണ്ടായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ചോദിച്ചു, വമൽ മിസ്വദ്, ഏതാണ് ഈ തോൽപാത്രം? എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം? എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സഫരിൻ, ഞങ്ങൾ ഒരിക്കൽ തിരുനബിയോടുകൂടെ ഒരു യാത്രയിലാണ്. തിരുനബി ചോദിച്ചു, ഹൽ മഅക ഷൈഉൻ, എന്തെങ്കിലും കൂടെയുണ്ടോ, കഴിക്കാൻ വല്ലതുമുണ്ടോ? ഞാൻ എന്റെ കൈവശമുള്ള ഈ പാത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, തംറുൻ ഫി മിസ്വദിൻ, പാത്രത്തിൽ, തോൽപാത്രത്തിൽ അല്പം തംറുണ്ട്, കാരക്കയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജിബ്ബിഹി, അതിങ്ങ് കൊണ്ടുവാ. ഞാൻ ആ പാത്രവുമായി തിരുനബിയുടെ അടുത്തേക്ക് തന്നു. ഫഖറജ്തു മിൻഹു തംറൻ, ഓരോരോ കാരക്ക അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുത്തു വെച്ചു. ഹദീസിന്റെ റിപ്പോർട്ട് കാണാം, 20 തംറത്തൻ, 20 കാരക്ക ഉണ്ടായിരുന്നു. 20ഓളം കാരക്കകൾ ഉണ്ടായിരുന്നു. ആ കാരക്കകളൊക്കെ ഞാൻ പുറത്തെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ കാരക്കയെടുത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ദുആ ചെയ്തു. ഓരോ കാരക്കയും എടുത്ത് ഇങ്ങനെ ബിസ്മിയും ചൊല്ലി ദുആ ചെയ്തു. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കുകയാണ്. ആ തോൽപാത്രത്തിൽ വെച്ചു. ഞങ്ങൾ യാത്രക്കാർ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. തിരുനബി പറഞ്ഞു, ഉദ്ഉൽ ജയ്ഷ അശറത്തൻ, നമ്മുടെ യാത്രാ സംഘത്തിൽപ്പെട്ട ഓരോരുത്തരെ 10 വീതം ഗ്രൂപ്പുകളായി ഇങ്ങോട്ട് വിളിക്കുക. ആദ്യം ഒരു 10 പേരെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക, കാരക്ക കൊടുക്കുക. പിന്നെ അവർ പോയ ശേഷം അടുത്ത 10 പേരെ വിളിക്കുക. ഇങ്ങനെ ഉദ്ഉൽ ജയ്ഷ അശറത്തൻ ഞാൻ വിളിച്ചു. 10 വീതം ആളുകൾ ഇങ്ങനെ വിളിച്ചു. എല്ലാവരും ഈ തോൽപാത്രത്തിൽ നിന്ന് കാരക്കെടുത്ത് കഴിച്ചു. പിന്നെയും ആ പാത്രത്തിൽ കാരക്കയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു വരം നൽകുകയാണ്. ഇദാ അറദ്ത അൻ തഅഖുദ മിൻഹു ഷൈഅൻ ഫഖുദ്, എപ്പോഴാണോ ആവശ്യം വരുന്നത്, വിശപ്പ് വരുന്നത്, കാരക്ക ലഭിക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഫഖുദ്, ഇതിൽ നിന്ന് എടുക്കാം, ഈ പാത്രത്തിൽ നിന്ന് എടുത്തോളൂ. പക്ഷെ പാത്രം ഇങ്ങനെ കമിഴ്ത്തരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭൗതികമായ മാർഗത്തിലൂടെ സഹാബത്തിന് ഭക്ഷണം കൊടുക്കുകയാണ്. കാരക്ക ലഭിക്കണമെങ്കിൽ കാരക്കക്ക് ഒരു സീസൺ ഉണ്ട്. ആ സീസണിൽ തന്നെ പോയാൽ മാത്രമേ കാരക്കമരത്തിന്റെ മുകളിൽ നിന്ന് കാരക്ക ലഭിക്കുകയുള്ളൂ. പക്ഷേ അത് ഭൗതികമായ മാർഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എക്കാലത്തും മുഅ്ജിസത്താകുന്ന രൂപത്തിൽ സഹാബത്തിന് വരദാനമായി കൊടുക്കുകയാണ്. ആ പാത്രത്തിൽ നിങ്ങൾ ആവശ്യം തോന്നുമ്പോൾ കൈയിട്ടാൽ മതി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅകൽതു മിൻഹു ഹയാത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബിയുടെ ജീവിതകാലം മുഴുവനും ഞാൻ ആ പാത്രം ഉപയോഗിച്ചു. ആ പാത്രത്തിൽ കൈയിട്ട് കാരക്ക കഴിച്ചിരുന്നു. പോരാ, അബീബക്കറിൻ ഉമറ ഉസ്മാന, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്തും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം മുഴുവനും ഞാൻ ഈ പാത്രത്തിൽ കൈയിട്ട് കാരക്കെടുത്ത് ഭക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്, എത്രയാണ് കാരക്ക, എത്ര കഴിച്ചിട്ടുണ്ടാവും.
അലാ ഉഖ്ബിറുക്കും, ഞങ്ങളോട് പറയട്ടെ എത്ര കഴിച്ചു എന്ന്. അകൽതു മിൻഹു അക്സറ മിൻ മിഅത്തൈ വസഖ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, 200 വസഖിലപ്പുറം, ഏകദേശം ഒരു 1000-1600 കിലോ, അത്രയും കാരക്ക ഞാൻ അതിൽ നിന്ന് എടുത്ത് കഴിച്ചിട്ടുണ്ട്. ആവശ്യം വരുമ്പോഴൊക്കെ അതിൽ കൈയിടുന്നു, കഴിക്കുന്നു. എത്ര നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എത്ര വർഷങ്ങളുണ്ട്. അത്രയും വർഷം ഈ പാത്രത്തിൽ നിന്ന്, തോൽപാത്രത്തിൽ നിന്ന് കാരക്കെടുത്ത് കഴിച്ചിരുന്നു. തിരുനബിയുടെ മുഅ്ജിസത്ത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്. എന്നാൽ സങ്കടം അതല്ല. ഫലമ്മാ ഖുതില, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോൾ അന്ന് മദീനയിൽ ഒരു ദുരന്തമായിരുന്നു. പല വീടുകളും കവർച്ച ചെയ്യപ്പെട്ടു. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സമയമല്ല. സഹാബികളൊക്കെ ബേജാറിലാണ്, വെപ്രണത്തിലാണ്. ശത്രുക്കൾ പല വീടുകളെയും കവർച്ച ചെയ്യപ്പെട്ടു. ആ കൂട്ടത്തിൽ എന്റെ വീടും കവർച്ച ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നതൊക്കെ കൊണ്ടുപോയി. അതിൽ ഈ തോൽപാത്രം ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിലുള്ള പ്രധാന വിപത്തുകൾ, 3 വിപത്തുകൾ, അതിൽപ്പെട്ട ഒന്ന് ഈ തോൽപാത്രം തന്നെയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫളായിലിൽ കാണാം, മഹാനവർകൾ അസ്തഗ്ഫിറുല്ലാഹ്, ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. ഒരു ദിവസം 12,000 തവണ അദ്ദേഹം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാറുണ്ടായിരുന്നു. ഇമാം അബൂ നുഐം തന്റെ അൽ ഹില്യത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്, 12,000 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഒരു തസ്ബീഹ് മാല തന്നെ ഉണ്ടായിരുന്നു. കാന ലഹു ഹൈത്തുൻ, ഒരു നൂല്, ഫീഹി അൽഫ ഉഖ്ദത്തിൻ, 2000 കെട്ടുകളുള്ള ഒരു നൂല്. തസ്ബീഹ് മാല പോലെ ഒരു നൂല്. ആ നൂലിന് 2000 കെട്ടുകൾ ഉണ്ടായിരുന്നു, മണികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടായിരുന്നു ഉറങ്ങിയിരുന്നത്. ഈ തസ്ബീഹ് മാല കയ്യിലും പിടിച്ച് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാറുണ്ടായിരുന്നത് എന്ന് അബൂ നുഐം തന്റെ അൽ ഹില്യത്തിൽ ഉദ്ധരിക്കുന്നു റഹിമഹുല്ലാഹ്. തസ്ബീഹ് മാല അത് ബിദ്അത്താണ് എന്ന് പലരും പറയാറുണ്ട്. കൈകൊണ്ടാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്. ഈ മാല കൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നതൊക്കെ ഒരു അനാചാരമാണ്. ഏതിനെയും ബിദ്അത്തായി ചിത്രീകരിക്കുന്നവർ അങ്ങനെയും പറയാറുണ്ട്. അതല്ലെങ്കിൽ വലിയ കുറെ എണ്ണമുള്ള തസ്ബീഹ് മാല കണ്ടാൽ പലർക്കും പുച്ഛം തോന്നാറുണ്ട്. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് തസ്ബീഹ് മാലയിൽ 100 മണികളാണ്, 101 മണികളുണ്ടാവും, ചിലതിൽ 33 ഉണ്ടാവും. ഒരു 300-400 ഒക്കെ കണ്ടാല് എന്താ ഇപ്പൊ ഇത് എന്നുള്ളൊരു തോന്നല. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു 2000 കെട്ടുകളുള്ളതായ ഒരു നൂല്, ഒരു വലിയ മാല ഉണ്ടായിരുന്നു എന്ന് സയ്യിദുന അബൂ നുഐം റഹിമഹുല്ലാഹ് തന്റെ അൽ ഹില്യത്തിൽ ഉദ്ധരിക്കുന്നു. വലിയ ഇബാദത്താണ്, സദാസമയ ഇബാദത്താണ്. അവിടുത്തെ ഭാര്യയും അവിടുത്തെ ഖാദിമും രാത്രിയെ 3 പകുതി ഭാഗിക്കാറുണ്ടായിരുന്നു. ഇടുങ്ങിയ റൂമാണ്. ആ റൂമിൽ അത്ര വലിയ സൗകര്യമൊന്നുമില്ല. 2 ആൾക്ക് ഉറങ്ങാൻ സൗകര്യം ഉണ്ടാവും, 3-ാമത്തെ ആൾക്ക് കിടക്കാൻ സൗകര്യമില്ല. അപ്പോ
ആ സൗകര്യം കുറഞ്ഞതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇബാദത്ത് ചെയ്യാൻ എല്ലാവർക്കും ഉറങ്ങുകയും വേണം, എല്ലാവർക്കും ഇബാദത്ത് ചെയ്യും വേണം. അക്കാരണത്താൽ അവർ അവിടെ ഒരു ഷിഫ്റ്റിംഗ് സമ്പ്രദായമാണ് തുടങ്ങിയത്. ഒരാൾ നിസ്കരിക്കും, നിസ്കരിച്ച ശേഷം അടുത്ത ആളെ ഉണർത്തും, ഉണർത്തിയിട്ട് അവർ നിസ്കരിക്കും, അവർ മൂന്നാമത്തെ ആളെ ഉണർത്തും, അവർ നിസ്കരിക്കും. അങ്ങനെ ആയിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയും അവിടുത്തെ ഖാദിമും ചെയ്തിരുന്നത് എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. രാത്രിയെ മൂന്നായി ഭാഗിച്ച് അവർ ഘട്ടം ഘട്ടങ്ങളായിട്ടായിരുന്നു ഇബാദത്തുകൾ നിർവഹിച്ചിരുന്നത്. മഹാന്റെ അരികിൽ വന്ന് ഒരാൾ ഒരു കാര്യം പറയാണ്, ഉദ്ഉ ലിബ്നി, എന്റെ മകന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണേ. അങ്ങനെയാണല്ലോ പണ്ഡിതന്മാരെ, സ്വാലിഹീങ്ങളെ, സാദാത്യങ്ങളെ കാണുമ്പോൾ ദുആ ചെയ്യിക്കുന്ന ഒരു പതിവ് പഴയ കാലത്ത് തന്നെ ഉള്ളതാണ്. എന്റെ മകന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ. എന്തപ്പ അങ്ങനെ പറയാൻ കാരണം? ഒന്നുമല്ല, എന്റെ മകൻ വല്ല വിപത്തിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഭയം തോന്നുന്നു. അവനൊരു യാത്രയിലാണ്, സുദീർഘമായൊരു യാത്രയിലാണ്. അപ്പൊ വലിയ എന്തോ ഒരു പ്രശ്നം അവന് പിടികൂടിയിട്ടുണ്ടോ എന്നുള്ള ഒരു ഉൾവിളി എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാണ്, വരികയാണ്. ഇതാ അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ അദുല്ലുക അലാ മാ ഹുവ അൻഫഉ ലക മിൻ ദുആഇ, ഞാൻ ദുആ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വ അൻജഹ വ അസ്റാ ഇജാബത്തൻ, പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കുന്ന നല്ല വേഗതയിലുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ദുആ ചെയ്യാമെന്ന ആളോട് പറഞ്ഞു. ഖാല ബല, അദ്ദേഹം പറഞ്ഞു, അതെ, അങ്ങനെ ആയാലും മതി. അവിടുന്ന് പറയുന്നത് പോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തസദ്ദഖ് ബിസ്വദഖത്തിൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നു, തസദ്ദഖ് ബിസ്വദഖത്തിൻ തൻവി ബിഹാ നജാത വലദിക വസലാമത മാ മഅഹു. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്വതക്ക ചെയ്യുക. സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കേണ്ടത് നിങ്ങളുടെ മകൻ രക്ഷപ്പെടണമെന്നോ ആ മകന്റെ കൂട്ടത്തിലുള്ള മറ്റ് യാത്രക്കാര് രക്ഷപ്പെടണമെന്നാണ് ഉദ്ദേശിക്കേണ്ടത്. അപ്പോൾ അതുവഴി ഒരു യാചകൻ വരുന്നുണ്ട്. ആ യാചകന് എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ദിർഹം ഞാൻ നൽകി. എന്നിട്ട് ഞാൻ മനസ്സിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഹാദാ ഫിദാ ഇബ്നി സൈദ് വമാ മഅഹു. എന്റെ മകൻ സെയ്ദും സെയ്ദിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ അവരൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു ദാനമായി ഇത് എന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. മനുഷ്യൻ ദുആ ചെയ്യണം. അപ്പൊ പറഞ്ഞു, ഫലമ്മ ഖദിമ, സെയ്ദ് വന്നപ്പോ സെയ്ദും കൂടെയുള്ള യാത്രക്കാരൊക്കെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, അല്ല മോനെ, യാ അബി, വാപ്പ എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ വാപ്പയോട് പറയുന്നു, യാ അബി ഖദ് റഅയ്നാ അജബൻ യൗമ കദാ വകദാ. ഇന്ന ഒരു ദിവസം, ആ ദിവസം പറഞ്ഞു കൊടുത്തു. ആ ദിവസം ഒരു അത്ഭുതമുണ്ടായി. എന്താണ്? ഞങ്ങൾ കടൽ യാത്ര ചെയ്യുകയാണല്ലോ, കപ്പൽ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. എല്ലാവരും മുങ്ങി കടലിൽ മുങ്ങാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന ആ സമയത്ത് സമിഅ്നാ സൗതം മിനൽ ഹവാ, അതാ
അന്തരീക്ഷത്തിൽ ഞങ്ങളൊരു ശബ്ദം കേട്ടു. എന്താ പറയുന്നത് ശബ്ദം? അലാ ഇന്ന ഫിദാ സൈദിൻ മഖ്ബൂൽ വസൈദുൻ മുഗാസ്. സെയ്ദ് രക്ഷപ്പെടാൻ വേണ്ടി നൽകിയതായ ദാനം അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു, സെയ്ദിന് എല്ലാ സഹായങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെളുത്ത വസ്ത്രം ധരിച്ച കുറെ ആളുകൾ ഞങ്ങളുടെ അരികിലേക്ക് വരുന്നു. അവർ ഞങ്ങളൊക്കെ കൂടി ഒരു കപ്പലിലേക്ക് കയറ്റി അടുത്തുള്ള ദ്വീപിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ കപ്പലിലുള്ള ഞങ്ങളെ കൂടെയുള്ള സഹയാത്രികർ മുഴുവനും രക്ഷപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നതാണ്, കരമാർഗം യാത്ര ചെയ്ത് വന്നതാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ മകൻ ഇങ്ങനൊരു വിപത്തിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു തോന്നൽ ആ പിതാവിന് വന്നതാണ്, ഉൾവിളി. സ്വാലിഹീങ്ങൾക്കൊക്കെ അങ്ങനെ പലപ്പോഴും പലതും തോന്നുകയും ചെയ്യും, ആ തോന്നുന്ന കാര്യം അങ്ങനെ സംഭവിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല ആളുകൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. തന്റെ മകൻ ഇങ്ങനെ ഒരു വിപത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു തോന്നൽ അത് യാഥാർത്ഥ്യമായിരുന്നു. മകൻ തന്നെ അനുഭവം കൊണ്ട് പറയാണ്. പിതാവിന്റെ സ്വതക്ക കാരണം മകൻ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്താൻ പറഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ദുആയിനേക്കാൾ പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ പറ്റിയതായ മാർഗം സദഖ. നമ്മളൊക്കെ പലതും ദാനം ചെയ്യുമ്പോ, സദഖ ചെയ്യുമ്പോ, ആത്മാർത്ഥമായി സദഖ ചെയ്യുമ്പോ അവിടെ ഇത്തരം നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായാൽ, ആ ലക്ഷ്യം മനസ്സിൽ കരുതിയാൽ അത് നിറവേറുക തന്നെ ചെയ്യും, സംശയം വേണ്ട. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അവിടുത്തെ ഖബർ ഷരീഫ് ജന്നത്തുൽ ബഖീലാണ്. മദീനയിൽ തന്നെയായിരുന്നു അദ്ദേഹം ജീവിത അവസാനം വരെ താമസിച്ചിരുന്നത്. അവിടെ വഫാത്തായി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അവിടെ തന്നെ മറവ് ചെയ്തു. ജന്നത്തുൽ ബഖീലാണ്. മഹാനവർകൾ പരിശുദ്ധ ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി സഹിച്ച ത്യാഗവും വിഷമവും അത് ചെറുതല്ല. ഒരുപാട് വിഷമം സഹിച്ച്, ത്യാഗം സഹിച്ച് പഠിക്കുകയും ഹദീസ് പ്രചരിപ്പിക്കുകയും ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒട്ടുമിക്ക ഹദീസുകളും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഴിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മഹാനവർകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ ഹദീസ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ട ഉസ്താദുമാർ, നമ്മുടെ സംഘടനാ നേതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ട സാദാത്യങ്ങൾ, ഈ നല്ല ഉദ്യമത്തിനു വേണ്ടി സഹകരിക്കുന്ന അഡ്മിന്മാരും, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, ഈ ക്ലാസ് ശ്രവിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സംരംഭങ്ങളിലും സഹകരിക്കുന്ന സർവ്വ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനാരൊക്കെ ഏതൊക്കെ രൂപത്തിൽ സഹകരണങ്ങൾ നൽകുന്നുണ്ടോ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ, അത് ഉൾക്കൊണ്ട് ജീവിതം ധന്യമാക്കുവാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളും നമ്മുടെ പ്രിയപ്പെട്ടവരും സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ച് ജീവിതാവസാനം വരെ അതിൽ നിലകൊണ്ട് കാമിലായ ഈമാനോടുകൂടെ കലിമത്തു തൗഹീദ് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം നമുക്കും അവർക്കുമൊക്കെ നൽകുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ ഇരുലോകത്തും അല്ലാഹു ഉപകരിക്കുന്ന മക്കളാക്കി നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജോലികളിൽ, ബിസിനസ്സുകളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട
എല്ലാ ഹറക്കാത്ത് സക്കനാത്തുകളിലും അള്ളാഹു നമുക്ക് നൽകിയ എല്ലാ നിഅമത്തുകളിലും തരാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലും അള്ളാഹു പൊരുത്തപ്പെട്ട ബറക്കത്ത് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.